ജടായുസ്തുതി. അഗണ്യഗുണമാദ്യമവ്യയമപ്രമേയം അഖില ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമൗ പരാപരമാനന്ദം പരാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം. മഹിതകടാക്ഷവിക്ഷപിതാമരശുജം രഹിതാവധിസുഖമിന്ദിരാമനോഹരം ശ്യാമളം ജടാമകുടോജ്വലം ചാപശരകോമളകരാംബുജം പ്രണതോസ്മ്യഹം രാമം. ഭുവനകമനീയരൂപമീഡിതം ശതരവിഭാസുരം അഭീഷ്ടപ്രദം ശരണദം സുരപാദപമൂലരചിതനിലയനം സുരസഞ്ചയസേവ്യം പ്രണതോസ്മ്യഹം രാമം. ഭവകാനന ദവദഹനനാമധേയം ഭവപങ്കജമുഖ ദൈവതം ദേവം ധനുജപതി കോടി സഹസ്രവിനാശനം മനുജാകാരം ഹരിം പ്രണതോസ്മ്യഹം രാമം. ഭവഭാവനാഹരം ഭഗവത്സ്വരൂപിണം ഭവഭീവിരഹിതം മുനിസേവിതം പരം ഭവസാഗരതരണാംഘ്രിപോതകം നിത്യം ഭവനാശായാനിശം പ്രണതോസ്മ്യഹം രാമം. ഗിരിശാഗിരിസുതാഹൃദയാംബുജാവാസം ഗിരിനായകധരം ഗിരിപക്ഷാരിസേവ്യം സുരസഞ്ജയതനുജേന്ദ്രസേവിതപാദം സുരഭമണിനിഭം പ്രണതോസ്മ്യഹം രാമം. പരതാരാർത്ഥപരിവർജിതമനീഷിണാം പരപൂരുഷഗുണഭൂതി സന്തുഷ്ടാത്മനാം പരലോകൈകഹിതനിരതാത്മനാം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം. സ്മിതസുന്ദരവികസിതവക്ത്രാംഭോരുഹം സ്മൃതിഗോചരമസിതാംബുജകളേബരം സിതപങ്കജചാരുനയനം രഘുവരം ക്ഷിതിനന്ദിനീവരം പ്രണതോസ്മ്യഹം രാമം. ജലപാത്രൗഘസ്ഥിതരവിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മാനമദ്വയമവ്യയമേകമോ പരമോ പരാപരം പ്രണതോസ്മ്യഹം രാമം. വിധിമാധവ ശംഭുരൂപഭേദേന ഗുണത്രിദയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശമുനിജനസ്തുതമവ്യക്തമജം ക്ഷിതിജാമനോഹരം പ്രണതോസ്മ്യഹം രാമം. മന്മഥശതകോടിസുന്ദരകളേബരം ജന്മനാശാവിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരമപ്യനാധാരം നിർമ്മമമാത്മാരാമം പ്രണതോസ്മ്യഹം രാമം. സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോടരുളിച്ചെയ്തു മധുരമായി അസ്തുതേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണോപ്പരം. സ്തോത്രമെഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവന്നു വന്നീടും മത്സാരൂപ്യം. പക്ഷീന്ദ്ര നിന്നെപ്പോലെ മൽപരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷിശ്രേഷ്ഠൻ
അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചു പോയി ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചു തേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശി സീതയെ കാണായികയാൽ സന്നദ്ധൈരേണ വനമാർഗേ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു. തൽക്ഷണമേവം രാമചന്ദ്രനും അരുൾ ചെയ്താൻ, വക്ഷസിവദനവും യോജനബാഹുക്കളും ചക്ഷുരാദികളുമില്ലെന്തൊരു സത്വമിതം. ലക്ഷ്മണ കണ്ടായോ നീ, കണ്ടോളം ഭയമുണ്ടാം. ഭക്ഷിക്കും ഇപ്പോൾ ഇവൻ നമ്മയെന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ല, എത്രയും ചിത്രം ചിത്രം. വക്ഷസി വക്രം, കാലും തലയുമില്ലതാനും. രക്ഷസ്സു പിടിച്ചുടൻ ഭക്ഷിക്കും മുൻപേ നമ്മ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ. തൽഭുജമധ്യസ്ഥന്മാരായതു കുമാരാനാം കൽപ്പിതം ദാതാവിനാലെന്തെന്നാൽ അതുവരും. രാഘവനേവം പറഞ്ഞിടിനോനന്തരം ആകുലമകന്നൊരു ലക്ഷ്മണനുര ചെയ്താൻ. പോരും വ്യാകുലഭാവം എന്തിനി വിചാരിപ്പാൻ, ഓരോരോ കരം ഛേദിക്കേണം നാം ഇരുവരും. തൽക്ഷണം ഛേദിച്ചതു ദക്ഷിണഭുജം രാമൻ, ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാൻ. അതുനേരം രക്ഷോവീരനും അതിവിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ, മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിലാരുമുണ്ടായിരിതിൻ കീഴിൽ. അത്ഭുതാകാരന്മാരാം നിങ്ങളാരിരുവരും സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേൻ ഞാനും. ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്ത് നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരം പ്രബന്ധവാക്യങ്ങൾ കേട്ടൊരു പുരുഷോത്തമൻ ചിരിച്ചുടനുത്തരമരുൾ ചെയ്തു. കേട്ടാലും ദശരഥനാം അയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനനഖം രാമനെന്നല്ലോ നാമം. സോദരനിവൻ മമ ലക്ഷ്മണനെന്നു നാമം. സീതയെന്നുണ്ടു മമ ഭാര്യയായൊരു നാരി. പോയിതു ഞങ്ങൾ നായാട്ടിന്നതു നേരം. അതിമായാവി നിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൻ. കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണവേഷത്തോടും. പാണികൾ കൊണ്ടു തവ വേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചിടിനേൻ കരങ്ങളും. ആരടോ വികൃതരൂപം ധരിച്ചോരു ഭവാൻ, നേരോടെ പറകന്നു രാഘവൻ ചോദിച്ചപ്പോൾ. സന്തുഷ്ടാത്മനാ പറഞ്ഞിടിനാൻ കബന്ധനും, നിൻ തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനകം. നിൻ തിരുവടി തന്നെ മുന്നിലാം മാറു കാണായി വന്നൊരു നിമിത്തമായി. ദിവ്യനായിരിപ്പോരു ഗന്ധർവനകം രൂപയൗവനദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം. സുന്ദരീജനമനോധൈര്യവും ഹരിച്ച അതിസുന്ദരനായോരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചിതു. ദുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനായുള്ളോരു നീ രാക്ഷസനായി പോകുന്നാൻ. തുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ. സാക്ഷാൽ ശ്രീനാരായണൻ തൻ തിരുവടി തന്നെ മോക്ഷതൻ ദശരഥപുത്രനായി ത്രേതായുഗേ വന്നവതരിച്ചു നിൻ ബാഹുക്കളറുക്കും നാൾ. വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കെടോ. താപസശാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ താപേന നടന്നിടും കാലമങ്ങൊരു ദിനം. ശതമന്യുവിനെ പാഞ്ഞടുത്തേനതിരുഷ. ശതകോടിയാൽ തല അറുത്തു ശതമകൻ
വജ്രമേറ്റിട്ടും മമ വന്നീല മരണം, അതബ്ജസംഭവൻ മമ തന്നൊരു വരത്തിനാൽ. വധ്യനല്ലായിക മൂലം വൃത്തിക്കു മഹേന്ദ്രനും ഉത്തമാംഗത്തെ മമ കുക്ഷിയിലാക്കിയിടിനാൻ. വക്രപാദങ്ങൾ മമ കുക്ഷിയിലായ ശേഷം ഹസ്തയുഗ്മവും ഒരു യോജനായതങ്ങളായി വർത്തിച്ചിടുന്നേനത്ര വൃത്തിക്കു ശക്രാജ്ഞയാ. സത്വസഞ്ചയം മമ ഹസ്തമധ്യസ്ഥമായാൽ വക്ത്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേനിത്ര നാളും. ഉത്തമോത്തമാ രഘുനായക ദയാനിധേ, വന്നിയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗമൊക്കവേ ചൊല്ലിയിടുവൻ. മേദിനി കുഴിച്ചതിലിന്ധനങ്ങളുമിട്ട് വീതിഹോത്രനെ ജ്വലിപ്പിച്ചതു സൗമിത്രിയും. തത്രൈവ കബന്ധദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൽ നിന്നങ്ങുദ്ധിതനായി കാണായി. ദിവ്യവിഗ്രഹത്തോടും മന്മഥ സമാനനായി സർവഭൂഷണ പരിഭൂഷിതനായ അന്നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്ത്യാ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുരു ചെയ്തു കൂപ്പിത്തൊഴുതു നിന്നു. പിന്നെ മാന്യനാം ഗന്ധർവനും ആനന്ദവിവശനായി കോൾമയിൽ കൊണ്ട് ഗദ്ഗദാക്ഷരവാണികളാം കോമളപദങ്ങളാൽ തുതിച്ചു തുടങ്ങിനാൻ. നിൻ തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിൻ തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു. സന്തതമന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം, അന്തവും ആദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനീ തെളിഞ്ഞുണർന്നു വസിക്കണം. അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കേണം. ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയുമരുളേണം. അവ്യക്തമതിസൂക്ഷ്മമായൊരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയ വിലക്ഷണം. ദൃഗ്രൂപമേകം അന്യൽ സകലം ദൃശ്യം ജഡം. ദുർഗ്രാഹ്യമനാത്മകമാകയാൽ അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസവ്യതിരിക്തം മങ്ങിയിടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം. ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ. ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മമെന്നതു നൂനം. നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷയാഖ്യേ ലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം. ഹൈരണ്യമതു വിരാട് പുരുഷൻ അതിസ്ഥൂലം. ഭാവനാവിഷയമായോന്നതു യോഗീന്ദ്രാണാം. കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം. ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുനാമഹത്തത്വാദ്യാവൃതസ്ഥൂലദേഹേ ബ്രഹ്മാണ്ഡകോശേ വിരാട് പുരുഷേ കാണാകുന്നു. സന്മയമെന്ന പോലെ ലോകങ്ങൾ 14 തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ 14 ലോകവും നൂനം. പാതാളം പാദമൂലം പാർഷ്ണികൾ മഹാതലം. നാഥാതേ ഗുൽഭം രസാതലവും തലാതലം. ചാരുജാനുക്കളല്ലോ സുതലം രഘുപതേ. ഊറുകാണ്ഡങ്ങൾ തവ വിതലമതലവും. ജഘനം മഹീതലം നാഭിതേ നഭസ്ഥലം. രഘുനാഥോരസ്ഥലമായതു സുരലോകം. കണ്ഠദേശം തേ മഹർലോകമെന്നറിയേണം. തുണ്ടമായതു ജനലോകമെന്നതു നൂനം. ശംഖദേശം തേ തപോലോകം. അങ്ങതിന്മീതേ പങ്കജയോനിവാസമാകിയ സത്യലോകം. ഉത്തമാംഗം തേ പുരുഷോത്തമാ ജഗൽപ്രഭോ. സത്താമാത്രകാ മേഘജാലങ്ങൾ കേശങ്ങളും. ശക്രാദിലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ. ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും. വക്രമായതു പന്നി നേത്രമാദിത്യൻ തന്നെ. ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ. ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധിവാക്പതിയല്ലോ.
കോപകാരണമഹങ്കാരമായതു രുദ്രൻ. വാക്കെല്ലാം ഛന്ദസ്സുകൾ ദംഷ്ട്രകൾ യമനല്ലോ. നക്ഷത്രപംക്തിയെല്ലാം ദ്വിജപംക്തികളല്ലോ. ഹാസമായതു മോഹകാരിണി മഹാമായ. വാസനാ സൃഷ്ടിസ്തവാപാംഗമോക്ഷണമല്ലോ. ധർമ്മം നിൻ പുരോഭാഗം അധർമ്മം പൃഷ്ഠഭാഗം. ഉന്മേഷനിമേഷങ്ങൾ ദിനരാത്രികളല്ലോ. സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ. സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ. നദികളെല്ലാം തവ നാഡികളാകുന്നതും പൃഥിവീധരങ്ങൾ പോൽ അസ്ഥികളാകുന്നതും വൃക്ഷാദ്യൌഷധങ്ങൾ തേ രോമങ്ങളാകുന്നതും ത്രക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവരേതസ്സെന്നറിയേണം. പുഷ്ടമാം മഹീപതേ കേവല ജ്ഞാനശക്തി. സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം മുക്തി. നിന്തിരുവടി ഒഴിഞ്ഞില്ല കിഞ്ചന വസ്തു. സന്തതമീ ദൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നീൻ. ഇക്കാലം ഇതിൽക്കാളും മുഖ്യമായിരിപ്പോന്നിതി കാണാകിയ രൂപം. എപ്പോഴും തോന്നിയിടണം താപസവേഷം. ധരാവല്ലഭം ശാന്താകാരം ചാപേഷുകരം ജഡാവൽക്കല വിഭൂഷണം. കാനനീ വിചിന്വന്തം ജാനകീം സലക്ഷ്മണം. മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം. മനസേ വസിപ്പതിനായി അലം ചിന്തിക്കും നേൻ. ഭാനുവംശോത്ഭൂതനാം ഭഗവൻ നമോ നമ. സർവജ്ഞൻ മഹേശ്വരനീശ്വരൻ മഹാദേവൻ സർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയേയും ധ്യാനിച്ചുകൊണ്ടു കാശ്യാം സന്തതമിരുന്നരുളിയിടുന്നു മുക്ത്യർത്ഥമായി. തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം. രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം. പരമാത്മാവു പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴിപോലെ. മൂഢന്മാർ ഭവത്തത്വം എങ്ങനെ അറിയുന്നു? മൂടിപ്പോകയാൽ മഹാമായാമോഹാന്തകാരേ. രാമഭദ്രായ പരമാത്മനേ നമോ നമ. രാമചന്ദ്രായ ജഗൽ സാക്ഷിണേ നമോ നമ. പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ. പാഹി സൗമിത്രി സേവ്യ പാഹി മാം ദയാനിധേ. നിന്മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായിക. അംബുജവിലോചന സന്തതം നമസ്കാരം. യുദ്ധമർദ്ധിച്ചു ഭക്ത്യാ സ്തുതിച്ച ഗന്ധർവനോടുത്തമ പുരുഷനാം ദേവനും അരുൾ ചെയ്തു. സന്തുഷ്ടനായേൻ തപസ്തുത്യാ നിശ്ചല ഭക്ത്യാ. ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതനം. യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീ മൽപ്രസാദത്താലടോ. അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പൻ ഞാൻ. സ്തോത്രം ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടും ഇല്ല സംശയമേതും. ഭക്തനാം നിനക്കധപ്പതനമിനി വരാ. ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗളം വരുവാനായി തൊഴുതു ചൊല്ലിടിനാൻ. മുൻപിലാം മാറു കാണാം മതങ്കാശ്രമം. തത്ര സമ്പ്രതി വസിക്കുന്നു ശബരീ തപസ്വിനി. ത്വൽപാദാംബുജ ഭക്തി കൊണ്ടേറ്റം പവിത്രയായി എപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തയായി. അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലുമവൾ. അവനീ സുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാ.